ബാംഗ്ലൂർ സ്റ്റോൺ ബോക്സ് കട്ടിംഗ് 50 mm ഉപയോഗിച്ച് 2 mm സ്പേസർ ഇട്ട് കല്ല് വിരിക്കാൻ സാധിക്കുമോ എന്നുള്ള പല കസ്റ്റമേഴ്സും ചോദിക്കാറുണ്ട്. ഒരിക്കലും ബാംഗ്ലൂർ സ്റ്റോൺ ബോക്സ് കട്ടിങ് ട്രോളി കട്ടാണെങ്കിൽ പോലും ബാംഗ്ലൂരിൽ നിന്നെല്ലാം ലഭിക്കുന്നത് വെച്ച് ഒരിക്കലും വരുന്ന അതേ രൂപത്തിൽ നമുക്ക് കല്ല് ഉപയോഗിച്ച് 2 mm സ്പേസർ ഉപയോഗിച്ച് വിരിക്കാൻ സാധിക്കുകയില്ല. അതിന് കാരണം നോർമൽ മെഷീനിലാണ് ട്രോളിയിലെല്ലാം ഈ കല്ലുകൾ കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് 5 mm വരെ ടോളറൻസ് ഈ കല്ലുകൾക്ക് ഉണ്ടാകും. നമുക്ക് 2 mm സ്പേസർ വെച്ച് വിരിക്കണമെങ്കിൽ ഈ 5 mm ടോളറൻസ് ഒന്നും കല്ലിന് പാടില്ല. അങ്ങനെ വരുമ്പോൾ നാം കല്ല് കൊണ്ടുവന്ന് വീണ്ടും കട്ട് ചെയ്യേണ്ട ഒരവസ്ഥ വരും. നോർമൽ ഒരു 50 mm കല്ല് നമ്മൾ ട്രോളിയിൽ കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് 50 mm കല്ല് നിലവിൽ ഗ്രാനൈറ്റ് സ്ലാബെല്ലാം സാധാരണഗതിയിൽ കട്ട് ചെയ്യുന്ന കട്ടിങ് ട്രോളികളിൽ കട്ട് ചെയ്യാൻ സാധിക്കുകയില്ല. 50 mm കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് വലിയ മോട്ടർ ഉപയോഗിച്ചിട്ടുള്ള 3 ഫേസ് കണക്ഷനുള്ള കട്ടിങ് മെഷീനുകൾ ആവശ്യമാണ് പ്രോപ്പറായി കട്ട് ചെയ്യണമെങ്കിൽ. അതല്ലാതെ കട്ട് ചെയ്യുന്നുണ്ടാവാം, 7 ഇഞ്ചിൻ്റെ കട്ടിങ് മെഷീനെല്ലാം ഉപയോഗിച്ച് മണലിലെല്ലാം ഇട്ട് കട്ട് ചെയ്യുന്നുണ്ടാവാം. പക്ഷേ അതിലെല്ലാം ആക്യുറസി കൃത്യമായി ലഭിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം 110 രൂപ വില വരുന്ന ബോക്സ് കട്ടിങ് കല്ല് കൊണ്ടുവന്നതിന് ശേഷം വീണ്ടും വലിയൊരു ട്രോളി ഉപയോഗിച്ച് 3 ഫേസ് മോട്ടറെല്ലാം ഉപയോഗിച്ച് കട്ട് ചെയ്യേണ്ടി വന്നാൽ അത്തരത്തിൽ കട്ട് ചെയ്ത് വിരിക്കുന്നതിന് ലേബർ ചാർജ് ഒരു 70 രൂപ 80 രൂപയെല്ലാം വരും. അങ്ങനെ വരുമ്പോൾ 110 രൂപ കല്ലിന് 70 രൂപ ലേബർ വരുമ്പോൾ തന്നെ 180 രൂപ വന്നു. പിന്നെ 6 mm മെറ്റൽ, എംസാൻഡ്, സിമെൻറ്റ് ഇത്യാദി വസ്തുക്കൾക്കെല്ലാം ചേർന്ന് ഒരു 20 രൂപ വരുമ്പോൾ 200 രൂപ കോസ്റ്റ് വരും നമുക്ക് അത്തരത്തിലുള്ള കല്ലുകൾ സ്പേസർ ഇട്ട് വിരിക്കുന്നവർക്ക് ചെയ്യുമ്പോൾ. എന്നാൽ ഇത്തരത്തിൽ തന്നെ പിന്നീടുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ CNC കട്ടിങ്ങുള്ള കല്ല് കൊണ്ടുവരിക എന്നുള്ളതാണ്. കമ്പ്യൂട്ടറൈസ്ഡ് ന്യൂമറിക്കൽ കട്ടിങ്. ആ കല്ലിന് തന്നെ 160 രൂപ കോസ്റ്റ് വരും. പിന്നെ കല്ല് കൂടാതെ ലേബർ ചാർജ്, മെറ്റീരിയൽ എല്ലാം കൂട്ടി വരുമ്പോൾ അത് ആ ടൈപ്പ് കല്ല് വിരിക്കുന്നതിന് നമുക്കൊരു 200 രൂപ 210 രൂപ ഒരു സ്ക്വയർ ഫീറ്റിന് ചിലവ് വരും. 50 mm തിക്നെസ് ബാംഗ്ലൂർ സ്റ്റോൺ ഉപയോഗിച്ച് നാം 2 mm സ്പേസർ വെച്ച് ബാംഗ്ലൂർ സ്റ്റോൺ ചെയ്യണമെങ്കിൽ നമുക്ക് ഒത്തിരി ഡിഫിക്കൽറ്റീസ് ഉണ്ട് എന്ന് നമ്മൾ സൂചിപ്പിച്ചല്ലോ. എങ്കിൽ നമുക്ക് വളരെ സിമ്പിളായി എന്നാൽ അത്രയും ചിലവൊന്നും വരാത്ത രീതിയിൽ തന്നെ 2 mm സ്പേസർ വെച്ച് അങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അതിനായി നാം ചെയ്യേണ്ടത് 20 mm സ്ലാബ് ഉപയോഗിച്ച് നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. അതിനായി ആദ്യം തന്നെ നാം M30 ഗ്രേഡിൽ കോൺക്രീറ്റ് ചെയ്യണം. നമ്മുടെ സർഫേസ് M30 ഗ്രേഡിൽ 2.5 ഇഞ്ച് കനത്തിന് കോൺക്രീറ്റ് ചെയ്യണം. പ്രത്യേകം ഓർക്കുക, കോൺക്രീറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ ഓപ്ഷൻ പറ്റുകയുള്ളൂ. അല്ലാത്ത